عدتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من شر ما عملنا ومن شر ما لم نعمل. أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ-അഖീദത്തുൽ വാസിത്തിയ്യയിൽ ഇനി നമുക്ക് വായിക്കാനുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ഉദ്ധരിച്ച ഈ ആയത്തുകളാണ്. വഖൗലുഹു വലില്ലാഹിൽ ഇസ്സതു വലിറസൂലിഹി. സൂറത്തുൽ മുനാഫിഖൂനിലെ 8-ാമത്തെ ആയത്തിലൊരു ഭാഗമാണിത്. വലില്ലാഹിൽ ഇസ്സതു വലിറസൂലിഹി. അതിൻ്റെ ബാക്കി കാണാം വലിൽ മുഅ്മിനീൻ. അതുപോലെ സൂറത്ത് സാദിലെ ഒരു ആയത്തിൻ്റെ ഭാഗമാണ് അടുത്തത്. ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ. ഈ രണ്ട് ആയത്തുകളിലും അല്ലാഹു റബ്ബുൽ ആലമീനിൻ്റെ അൽ ഇസ്സ എന്ന സിഫത്താണ്, അവൻ്റെ വിശേഷണമാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ റബ്ബ്, അവൻ്റെ പേരുകളിലൊന്നാണ് അൽ അസീസ്. അവൻ ഏറ്റവും പ്രതാപമുടയവനാണ്. എല്ലാ ഇസ്സത്തും അവൻ്റേതാണ്. അവനോളം ഇസ്സത്ത് മറ്റാർക്കും തന്നെ ഇല്ല. അള്ളാഹുവിൻ്റെ ഇസ്സത്ത് എന്നാൽ അത് 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹുവിൻ്റെ ഇസ്സത്ത് 3 ഇസ്സത്ത് ഉൾക്കൊള്ളുന്നതാണ്. ഒന്ന് ഇസ്സത്തുൽ ഖുവ്വ, ശക്തിയുടെ ഇസ്സത്ത്. രണ്ടാമത്തേത് ഇസ്സത്തുൽ ഗലബ, ജയിച്ചടക്കുക എന്ന ഇസ്സത്ത്. മൂന്നാമത്തേത് ഇസ്സത്തുൽ ഇംതിനാ, യാതൊരു ഉപദ്രവവും കുറവുകളും ഏൽക്കുകയില്ല എന്ന ഇസ്സത്ത്. ഈ 3 ചേർന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്സത്ത്. അറബികൾ അസ്സ എന്ന വാക്ക് ഈ 3 അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അസ്സ യഅസ്സു, അസ്സ എന്ന മാദിയായ കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്ന വാക്കിന് യഅസ്സു എന്ന മുദാരി പറഞ്ഞാൽ, അഥവാ സംഭവിക്കാനിരിക്കുന്ന കാലം അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ആ കാലത്തെ പ്രവർത്തനത്തെ സൂചിപ്പിക്കാനാണ് മുദാരി എന്ന് പറയുക. അത് യഅസ്സു എന്ന് പറഞ്ഞാൽ, അസ്സ യഅസ്സു എന്ന് പറഞ്ഞാൽ അറബികൾ ഉദ്ദേശിക്കുക ഖുവത്താണ്. എന്നാൽ അസ്സ യഉസ്സു എന്നൊരു മുദാരി കൂടിയുണ്ട് ആ പദത്തിന്. അപ്പോൾ അവർ ഉദ്ദേശിക്കുക ഗലബ, അതിജയിച്ചു എന്നതാണ്. എന്നാൽ യഇസ്സു എന്നൊരു മുദാരി കൂടിയുണ്ട്. അപ്പോൾ അവർ ഉദ്ദേശിക്കുക ഒരു ഉപദ്രവവും കോട്ടവും സംഭവിക്കുകയില്ല എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ നോക്കൂ, 3 അർത്ഥം ഇതിനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. 3 ചേർന്നതാണ് അള്ളാഹുവിൻ്റെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ. ഒന്ന് ഇസ്സത്തുൽ ഖുവ്വ, ശക്തിയുടെ ഇസ്സത്ത്. രണ്ടാമത്തെ ഇസ്സത്തുൽ ഗലബ, അഥവാ അതിജയിക്കുന്നതിൻ്റെ ഇസ്സത്ത്. മൂന്നാമത്തേത് ഇസ്സത്തുൽ ഇംതിനാ, ഒരു ഉപദ്രവവും ഒരു കുറവും ഏൽക്കുകയില്ല എന്ന അള്ളാഹുവിൻ്റെ പ്രതാപം. നോക്കൂ, ആദ്യം പറഞ്ഞ അർത്ഥത്തിൽ, അള്ളാഹുവിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്ന അർത്ഥത്തിൽ അസീസ് എന്ന അള്ളാഹുവിൻ്റെ പേരിൽ അത് ഉൾക്കൊള്ളുന്നു. ഖുർആനിലെ ഒരായത്ത് നോക്കൂ നിങ്ങൾ. ഈ പദം ആ അർത്ഥം വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ആയത്ത് ചിന്തിച്ചാൽ മതിയാവും. സൂറത്തു യാസീനിൽ അള്ളാഹു പറഞ്ഞു, ഇദ് അർസൽനാ ഇലൈഹിം ഇത്നൈനി ഫകദ്ദബൂഹുമാ. പഴയകാലത്തൊരു ജനതയിലേക്ക് നാം 2 റസൂലുകളെ നിയോഗിച്ചു. ഫകദ്ദബൂഹുമാ, അപ്പോൾ അവർ ആ 2 റസൂലുകളെ നിഷേധിച്ചു. എന്താണ് ബാക്കി? ഫഅസ്സസ്നാ ബിസാലിസിൻ, ഫഅസ്സസ്നാ ബിസാലിസിൻ, മൂന്നാമതൊരു റസൂലിനെ കൂടി അയച്ച് നാം അവരെ ശക്തിപ്പെടുത്തി എന്നാണ്. ശക്തിപ്പെടുത്തി എന്ന് പറയാൻ അള്ളാഹു പ്രയോഗിച്ച വാക്ക് നോക്കൂ, ഫഅസ്സസ്നാ. അപ്പോൾ നോക്കൂ, ശക്തി, അള്ളാഹുവിൻ്റെ ശക്തി, അത് അവൻ ശക്തി കൊണ്ട് അസീസാണ്. അവനവൻ്റെ ശക്തി കൊണ്ട് അസീസാണ്, ഏറ്റവും പ്രതാപമുടയവനാണ്. അവനെപ്പോലെ ഇസ്സത്ത് മറ്റാർക്കും തന്നെ ഇല്ല. രണ്ടാമത്തെ അർത്ഥമായി നമ്മൾ പറഞ്ഞത് ഗലബത്താണ്, അതിജയിക്കുക എന്നതാണ്. അതും ആ അർത്ഥത്തിലും ഖുർആനിൽ ഈ പദം വന്നത് നമുക്ക് കാണാം. ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് ചില ആളുകൾ തർക്കവുമായി വന്ന കാര്യം സൂറത്തു സാദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അവർ കുറച്ച് ആളുകൾ ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് വന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം
വിചാരിക്കാത്ത സമയത്താണ് വന്നത്. മുമ്പ് ലുഗത്തിൻ്റെ ദർസ് നമ്മൾ സൂചിപ്പിച്ചു ആ കഥ. അള്ളാഹു യഥാർത്ഥത്തിൽ ദാവൂദ് നബിയെ പരീക്ഷിക്കാനായിരുന്നു അവരെ അയച്ചത്. മലക്കുകൾ മനുഷ്യരുടെ രൂപത്തിൽ വന്നതായിരുന്നു എന്ന് തഫ്സീറിൽ കാണാം. അവർ വന്ന് തസവ്വറുൽ മെഹ്റാബ്, മെഹ്റാബിൻ്റെ ചുമര് ചാടിക്കടന്നു വന്നു. ദാവൂദ് അലൈഹിസ്സലാം പേടിച്ചുപോയി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കൂട്ടുകാരാണ്. ഇന്ന ഹാദാൽ അഖി, ഇത് എൻ്റെ സഹോദരനാണ്. ലഹു 99 നഅജ, എൻ്റെ ഈ സഹോദരന് 99 ആടുകളുണ്ട്. വലിയ നഅജത്തുൻ വാഹിദ, എനിക്കൊരൊറ്റ ആടും. ഫഖാല അക്ഫിൽനിഹ, എന്നിട്ട് ഇയാൾ എന്നോട് പറഞ്ഞു, ആ ഒന്നും കൂടി എനിക്ക് തരൂ, 100 തേക്കാൻ. വഅസ്സനി ഫിൽ ഖിതാബ്, വഅസ്സനി ഫിൽ ഖിതാബ്, സംസാരിച്ചിട്ട് ഇയാൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. സംസാരത്തിൽ ഇയാൾ എന്നെ പരാജയപ്പെടുത്തി കളഞ്ഞു. യഥാർത്ഥത്തിൽ ദാവൂദ് അലൈഹിസ്സലാമിനെ റബ്ബ് പരീക്ഷിച്ചതായിരുന്നു അത്. ദാവൂദ് നബി അലൈഹിസ്സലാം ഉടനെ ഈ ആളോട് പറഞ്ഞു, 99 ഉണ്ടായിട്ട് ഒന്നിനെയും കൂടി ചോദിച്ച ആളോട് പറഞ്ഞു, നീ നിന്റെ സഹോദരനോട് അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. ബിസുആലി നഅജതിക ഇലാ നിആജ, നിന്നോട് ഇയാൾ അതിക്രമം ചെയ്തിരിക്കുന്നു നിന്റെ ആടിനെ അയാളുടെ ആടിൻ്റെ കൂടെ ചോദിച്ചതിലൂടെ. എന്നിട്ട് പറഞ്ഞു, ഇന്ന കസീറൻ മിനൽ ഖുലതാഇ ലയബ്ഗി ബഅ്ദുഹും അലാ ബഅ്ദിൻ ഇല്ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി വഖലീലും മാ. ഖുലതാ എന്ന് പറഞ്ഞാൽ ഖലീത്തുകൾ, അഥവാ കൂട്ടുകച്ചവടം നടത്തുന്നവർ. അങ്ങനെയുള്ളവർ ബഹുഭൂരിഭാഗം പേരും പരസ്പരം അക്രമം പ്രവർത്തിക്കുന്നവരാണ്. ഈമാനിൻ്റെ സാലിഹായ അമലിൻ്റെ ആളുകൾ ഒഴികെ, മുഅ്മിനുകളായ നല്ല പ്രവർത്തനം പ്രവർത്തിക്കുന്ന ആളുകൾ ഒഴികെ, വഖലീലും മാഹും, അവർ വളരെ കുറച്ചാണ്. നിങ്ങൾ നോക്കൂ, സമൂഹത്തിൽ നോക്കിയാൽ നമുക്കിതെപ്പോഴും കാണാൻ സാധിക്കും. ഒന്നിച്ച് ഒരേപോലെ പോകുന്നവർ, ഒരുമിച്ച് കച്ചവടം ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു ജോലി ചെയ്യുന്നവർ, ഇവർ തമ്മിൽ എപ്പോഴും ഈ അക്രമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുഭൂരിഭാഗം പേരിലും കാണാം. വളരെ കുറച്ച് ഈമാനുള്ള സാലിഹായ അമലുകളുള്ള ആളുകൾ ഒഴികെ. ഇത് യഥാർത്ഥത്തിൽ ദാവൂദ് അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചതായിരുന്നു. കാരണം ദാവൂദ് അലൈഹിസ്സലാമിന് മുമ്പ് സംഭവിച്ച ഒരു അബദ്ധം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവത്തിലൂടെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതായിരുന്നു. അത് ആ അബദ്ധം എന്തായിരുന്നു എന്ന് അള്ളാഹു നമുക്ക് വിവരിച്ചു തന്നിട്ടില്ല. പക്ഷേ ഇത് പരീക്ഷണമായിരുന്നു. ദാവൂദ് അലൈഹിസ്സലാം എന്ത് ചെയ്തു? അത് പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി എന്നിട്ട് സുജൂദിൽ വീഴുകയുണ്ടായി. അള്ളാഹു ആ തൗബ സ്വീകരിച്ചു. നോക്കൂ, അവിടെ പറഞ്ഞു വന്നത് എന്തിനാണ്? വഅസ്സനി ഫിൽ ഖിതാബ് എന്ന വാക്കിൽ ഈ പദം അസ്സ എന്ന വാക്ക് എന്നെ പരാജയപ്പെടുത്തി എന്നതിനാണ് ഉപയോഗിച്ചത്. അല്ലാഹു റബ്ബുൽ ആലമീൻ, അവൻ അതിജയിക്കുന്നവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ വിജയിക്കും. അവൻ്റെ റസൂലുകളും അവരെ പിൻപറ്റിയവരും. അതാണ് അള്ളാഹു പറഞ്ഞത് ഖുർആനിൽ, കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി. കതബല്ലാഹ്, അള്ളാഹു വിധിച്ചിരിക്കുന്നു. ലഅഗ്ലിബന്ന, ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. അന വറുസുലി, ഞാനും എൻ്റെ റസൂലുകളും ജയിക്കുക തന്നെ ചെയ്യും. അള്ളാഹു റബ്ബുൽ ആലമീൻ വിധിച്ച കാര്യമാണത്. അത് അള്ളാഹുവിൻ്റെ ഇസ്സത്താണ്, അവൻ്റെ പ്രതാപമാണ്. ഒരാൾക്കും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഇസ്സത്തുള്ള പ്രതാപമുള്ളവനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ. മൂന്നാമത്തേത് ഇംതിനാ എന്നർത്ഥമാണ്. ഇസ്സത്തുൽ ഇംതിനാ, അഥവാ അള്ളാഹുവിനെ പരാജയപ്പെടുത്താനോ അവനെ ഉപദ്രവിക്കാനോ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു പറഞ്ഞത് കാണാം, ഇന്നഹും ലൻ യദുറുല്ലാഹ ശൈഅ, ഇന്നഹും ലൻ യദുറുല്ലാഹ ശൈഅ, അവർക്ക് അള്ളാഹുവിനെ യാതൊരു ഉപദ്രവവും ഏൽപ്പിക്കാൻ കഴിയുകയില്ല. ലോകരെല്ലാം അള്ളാഹുവിനെ ആരാധിക്കുന്നവരായാലും അള്ളാഹുവിൻ്റെ മുൽക്കിൽ ഒന്നും കൂടാനില്ല. ലോകരെല്ലാം അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരായാലും അള്ളാഹുവിൻ്റെ മുൽക്കിൽ ഒന്നും കുറയാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതായി നമ്മെ അറിയിച്ച ഹദീസിൽ കാണാം, ഇന്നക്കും ലൻ തബ്ലുഗു ദുർരി ഫതദുറൂനി വലൻ തബ്ലുഗു നഫഇ ഫതൻഫഊനി. അള്ളാഹു അടിമകളെ വിളിച്ചു പറയുകയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നക്കും ലൻ തബ്ലുഗു ദുർരി ഫതദുറൂനി, നിങ്ങൾക്കെന്നെ ഉപദ്രവിക്കാൻ എനിക്കൊരു ഉപദ്രവം ഏൽപ്പിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് എനിക്കൊരു ഉപകാരം ചെയ്യാനും സാധ്യമല്ല. മറിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഖൈറാകട്ടെ ഷർറാകട്ടെ അതിൻ്റെ ഫലം നമ്മളാണ് അനുഭവിക്കേണ്ടി വരിക. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് വെറുതെയോ അതല്ലെങ്കിൽ ജോലി ചെയ്തിട്ടാണ് എങ്കിൽ പോലും എന്തെങ്കിലും ഒരു പൈസ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ
പൊതുവെ ആളുകൾ അതിൻ്റെ കണക്കെടുക്കും, അവിടെ ജോലി വിലയിരുത്തും. നീ എന്താണ്, എത്ര മണിക്കാണ് വരുന്നത്, എത്ര മണിക്കാണ് പോകുന്നത്, എന്തൊക്കെ ചെയ്തു, ഞാൻ പറഞ്ഞതൊക്കെ ശരിക്ക് ചെയ്തോ ഇല്ലേ, സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരു ചെറിയ തുകയാണ് നിങ്ങൾ കൈപ്പറ്റുന്നത് എങ്കിൽ പോലും ഇതിന് കണക്ക് നോക്കാൻ ആളുകളുണ്ടാവും. അതിലപ്പുറം അർഹതയില്ലാത്ത ആണോ നിങ്ങൾ വാങ്ങുന്നത് എന്ന് നോക്കാൻ ആളുകളുണ്ടാവും. കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ആളുകളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ആലമീൻ അവൻ നൽകിയ നിഅമത്തുകൾ എത്രയാണ്. അള്ളാഹു യാതൊന്നും തിരിച്ച് ചോദിച്ചിട്ടില്ല. നിങ്ങളോട് ആവശ്യപ്പെട്ടതാകട്ടെ, നമ്മോട് അള്ളാഹു കൽപ്പിച്ചാകട്ടെ, നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ്. അത് ചെയ്തതുകൊണ്ട്, അള്ളാഹു കൽപ്പിച്ചത് ചെയ്തതുകൊണ്ട് അള്ളാഹുവിനൊന്നും കിട്ടാനില്ല. അള്ളാഹു വിലക്കിയത് നമുക്ക് ഉപദ്രവകരമായ കാര്യങ്ങളാണ്. അതല്ലാതെ അള്ളാഹു അടിമകളോട് പിശുക്കിയതല്ല. പലതും ഹറാമാക്കിയത് അവൻ അടിമകളോട് പിശുക്കിയതല്ല. അത് ചെയ്യരുത്, ഇതെടുക്കരുത് അല്ല. അള്ളാഹു ആളുകൾക്ക് ഉപദ്രവകരമായത് മാത്രമാണ് അവരോട് വിലക്കിയിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നിന്നെ ആര് സ്നേഹിക്കുന്നുണ്ടെങ്കിലും ആരാകട്ടെ, ഭാര്യയോ മക്കളോ സുഹൃത്തുക്കളോ എത്ര പ്രിയപ്പെട്ടവരാകട്ടെ, അവർ നിന്നിൽ നിന്ന് പലതും തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ് എങ്കിൽ പോലും അതിൽ തിരിച്ച് നിന്നിൽ നിന്ന് പലതും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നിന്റെ റബ്ബൊഴികെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെ. അവൻ നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. അവന് നിന്നിൽ നിന്ന് യാതൊന്നും അവന് കിട്ടാനില്ല, ഒന്നും കിട്ടാനില്ല. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ആളുകളോടുള്ള സ്നേഹം അത് ആരാകട്ടെ, അടുത്ത ബന്ധുക്കളോ മക്കളോ കുടുംബമോ, ഇവരോടൊക്കെ ഉള്ള സ്നേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ല എങ്കിൽ അതെപ്പോഴാണ് മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിലാണോ അല്ലേ എന്ന്? അള്ളാഹുവിനോടുള്ള ധിക്കാരവും ഈ ആളുകളുടെ തൃപ്തിപ്പെടുത്തലും ഏറ്റുമുട്ടുന്ന സംഗതി വന്നാൽ എന്തിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്? അള്ളാഹു വെറുത്താലും പ്രശ്നമില്ല എന്ന നിലക്ക് ആളുകളുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നുണ്ടോ, അപ്പോൾ തിരിച്ചറിയാം നമ്മുടെ സ്നേഹം അത് അള്ളാഹു അനുവദിച്ച രൂപത്തിലാണോ അവൻ്റെ മാർഗത്തിലാണോ എന്നത്. അവൻ്റെ മാർഗത്തിലല്ലാത്ത ഏത് സ്നേഹവും നമുക്ക് അദാബായി തീരുമെന്നാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടൊരു ദുരിതവും പ്രയാസവും അനുഭവിച്ചേ പറ്റൂ എന്നാണ്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായേ പറ്റൂ. അദാബ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ശിക്ഷ എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കരുത്. ദുരിതവും പ്രയാസവും എന്ന അർത്ഥത്തിൽ അദാബ് എന്ന വാക്ക് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അസ്സഫറു ഖിത്അത്തുൻ മിനൽ അദാബ് യംനഉ അഹദകും തആമഹു വശറാബഹു വനൗമഹു. സഫർ, യാത്ര എന്നത് ഖിത്അത്തുൻ മിനൽ അദാബ്, അദാബിൻ്റെ ഒരു കഷ്ണമാണ്. എന്താ അവിടെ അദാബിൻ്റെ അർത്ഥം? ശിക്ഷ എന്നല്ല, മറിച്ചൊരു ദുരിതവും ബുദ്ധിമുട്ടും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലാതെ യാത്ര ശിക്ഷയല്ലല്ലോ, ഒരു പ്രയാസം എന്നാണ് അവിടെ ഉദ്ദേശം. ഒരു യാതന, ഒരു ബുദ്ധിമുട്ട്, അതിൻ്റെ ഒരു കഷ്ണമാണ്. കാരണം യംനഉ അഹദകും തആമഹു വശറാബഹു വനൗമഹു. യാത്രയിൽ നിങ്ങളിൽ ഏതൊരാളാണോ യാത്ര ചെയ്യുന്നത് അയാളുടെ ഭക്ഷണം മുടങ്ങും, വെള്ളം മുടങ്ങും, ഉറക്കം മുടങ്ങും. ഇത് യാത്രയിൽ എന്ത് സംഭവിക്കില്ല, നമുക്ക് വിചാരിച്ചതുപോലെ നല്ല വൃത്തിയിൽ ഭക്ഷണം കിട്ടണമെന്നില്ല. നീ കിട്ടിയാലും വൃത്തിയിൽ കഴിച്ചു കൊള്ളാൻ പറ്റണമെന്നില്ല. ഉറക്കം അത് പലപ്പോഴും തടസ്സപ്പെടും. അപ്പം അദാബ് എന്നത് ഇങ്ങനെ ദുരിതം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക. അള്ളാഹു അല്ലാത്തവരോടുള്ള സ്നേഹം അത് അള്ളാഹുവിൻ്റെ വഴിയിലല്ലേ, അത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാതിരിക്കുകയില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ബിബ് മാ ശിഅത ഫഇന്നക മുഫാരിഖു വഅമൽ മാ ശിഅത ഫഇന്നക മുലാഖീഹ്. നീ ഉദ്ദേശിക്കുന്നതിനെ നീ സ്നേഹിച്ചോളൂ, ഫഇന്നക മുഫാരിഖു, പിരിയുമെന്നത് തീർച്ചയാണ്. നീ ഉദ്ദേശിക്കുന്നത് നീ പ്രവർത്തിച്ചോളൂ, അത് കണ്ടുമുട്ടുമെന്നത് തീർച്ചയാണ്. അല്ലാഹു അക്ബർ. ഹദീസ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്തിനെ സ്നേഹിച്ചാലും ആരെ സ്നേഹിച്ചാലും പിരിയുന്ന ഒരു നാൾ വരാനുണ്ട്, വിട്ടുപിരിയുന്ന ഒരു രംഗം വരാനുണ്ട്. ആരാകട്ടെ, ഒന്നുകിൽ നമ്മൾ മരിച്ചു പിരിയും, അല്ലെങ്കിൽ അവർ മരിച്ചു പിരിയും, അല്ല പ്രിയപ്പെട്ട പല വസ്തുക്കളുമാണോ അത് നശിച്ചു പോകുന്ന, പൊട്ടിപ്പോകുന്ന, കാലാവധി കഴിയുന്ന, തീർന്നു പോകുന്ന ദിവസം വരും, അല്ലെങ്കിൽ നമ്മളത് വിട്ടുപിരിയും. ഫിറാഖ് ഉറപ്പാണ്, ഫിറാഖ് ഉറപ്പാണ്, പിരിയുക എന്നത് ഉറപ്പാണ്. എന്തിനെ സ്നേഹിച്ചാലും ഈ ദുനിയാവിൻ്റെ കാര്യം അങ്ങനെയാണ്. എന്നാൽ വഅമൽ മാ ശിഅത, നീ ഉദ്ദേശിക്കുന്നത് നീ പ്രവർത്തിച്ചോളൂ, ഫഇന്നക മുലാഖീഹ്, നീ അത് കാണുക തന്നെ ചെയ്യും. ഉദ്ദേശിച്ച് പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്ത് പ്രവർത്തിച്ചാലും കാണുമെന്നാണ് എൻ്റെ അർത്ഥം.
ഖൈർ പ്രവർത്തിക്കാനുള്ള സൂചനയും ഷർറ് പ്രവർത്തിക്കുന്നവർക്കുള്ള താക്കീതും അതിലുണ്ട്. ഖൈർ പ്രവർത്തിക്കാനുള്ള പ്രോത്സാഹനവും ഷർറ് പ്രവർത്തിക്കുന്നവർക്കുള്ള താക്കീതും അതിലുണ്ട്. കാരണം എന്തായാലും കാണും. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഒരു മിസ്കാലു ദറ, ഒരു ഉറുമ്പിൻ്റെ തൂക്കത്തിൻ്റെ അത്രയാണോ നീ ചെയ്തത് ഖൈർ, അത് നീ കാണും. ഉറുമ്പിൻ്റെ തൂക്കത്തിൻ്റെ അത്രയാണോ ഷർറ് ഒരുവൻ ചെയ്തത്, അതവൻ കാണും. അമൽ മുന്നിൽ കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ മരണത്തിന് ശേഷം അവനതാ കാണുകയാണ്. അവൻ തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കും. ഫയൻദുർ ഐമന മിൻ ഫലാ യറ ഇല്ലാ മാ ഖദ്ദം. ചെയ്ത പ്രവർത്തനങ്ങളല്ലാതെ മറ്റൊന്നും കാണുകയില്ല. വയൻദുർ ഇലാ അശ്അമ മിൻ, അവൻ തൻ്റെ ഇടതുഭാഗത്തേക്ക് ഫലാ യറ ഇല്ലാ മാ ഖദ്ദം. സ്വന്തം അമലുകളല്ലാതെ കാണുകയില്ല. വലത്തും അമൽ, ഇടത്തും അമൽ. പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചു പറഞ്ഞു, വലത്ത് നീ കാണുക നിന്റെ സൽപ്രവർത്തനങ്ങളാണ്, ഇടത്ത് നീ കാണുക നിന്റെ ദുശ്ചെയ്തികളാണ്. വയൻദുറു അമാമ ഔ ഖുദ്ദാമ, മുന്നിലേക്ക് അവൻ നോക്കും. ഫലാ യറ ഇല്ല നാർ, നരകമല്ലാതെ മറ്റൊന്നും അവൻ കാണുകയില്ല. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫത്തഖുൻ നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ. അതുകൊണ്ടൊരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും നരകത്തെ നിങ്ങൾ തടുത്തുകൊള്ളുക. ഔ ബികലിമത്തിൻ തയ്യിബ, അല്ലെങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും നീ നരകത്തെ തടുത്തുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അമൽ അത് കാണുമെന്നാണ്. ഖബറിൽ ഒരാളുടെ അരികിലേക്ക് വരും. സാലിഹായ മനുഷ്യനാണോ, ഭംഗിയുള്ള സുഗന്ധമുള്ള ഒരാൾ അയാളുടെ ഖബറിലേക്ക് വന്നു ചേരും. ഈ വന്ന മനുഷ്യനോട് ചോദിക്കും, എന്നിട്ട് അയാൾ പറയും, അബ്ശിർ ബില്ലദി യസുറുക്, നിനക്ക് സന്തോഷകരമായ കാര്യമാണ് വരാനിരിക്കുന്നത്, കാത്തിരിക്കൂ, സന്തോഷിക്കൂ. അപ്പോൾ ഈ മനുഷ്യൻ, മരിച്ച മനുഷ്യൻ പറയുകയാണ് വന്നയാളോട്, നീ ആരാണ്? ഈ നല്ല മുഖവുമായി വന്ന നീ ആരാണ്? അപ്പോൾ വന്ന ആഗതൻ പറയും, അന അമലുക സാലിഹ്, ഞാൻ നിന്റെ സൽപ്രവർത്തനങ്ങളാണ്. രണ്ടാമത്തെ ആൾ, നേരെ എതിർഭാഗത്തുള്ള ആൾ മോശക്കാരനാണോ, ദുർഗന്ധം വമിക്കുന്ന വൃത്തികെട്ട രൂപവുമായ ഒരാൾ ഇയാളുടെ ഖബറിലേക്ക് വരും. എന്നിട്ട് പറയും, അബ്ശിർ ബില്ലദി യസൂഉക്, നിന്നെ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ് മുന്നിലുള്ളത്. ഇയാൾ ചോദിക്കും, നീ ആരാണ്? നിന്റെ ഈ അങ്ങേയറ്റം മോശമായ മുഖം, നീ ആരാണ്? അയാൾ പറയും, അന അമലുക്കൽ ഖബീസ് ഔ അന അമലുക സയ്യ്, ഞാൻ നിന്റെ മോശം പ്രവർത്തനങ്ങളാണ് എന്ന് പറയുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇത് ഓരോരുത്തരും കാണേണ്ടി വരും. ഓരോരുത്തരും ഇത് കാണുക. നമ്മുടെ അമലാണ് യഥാർത്ഥത്തിൽ നമ്മെ, അതാണ് നമ്മുടെ കാര്യം, നമുക്ക് ചെന്നു ചേരാനുള്ള ഇടം, ഇതിൻ്റെ എല്ലാം കാരണമാവുക നമ്മുടെ അമലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊന്നും ആളുകളുടെ അമൽ കൊണ്ട് കൂടാനോ കുറയാനോ ഇല്ല. ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഇസ്സത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഒന്ന് ഇസ്സത്തുൽ ഖുവ്വ, രണ്ടാമത്തെ ഇസ്സത്തു അൽ ഗലബ, മൂന്നാമത്തേത് ഇസ്സത്തുൽ ഇംതിനാ. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അൽ കാഫിയത്തു ഷാഫിയ എന്നറിയപ്പെടുന്ന കവിതയിൽ നൂനിയ എന്നും അതറിയപ്പെടുന്നുണ്ട്. അവസാനം നൂനിൽ എല്ലാ വരികളും അവസാനിക്കുന്നത് കൊണ്ട് അതിൽ പറഞ്ഞത് കാണാം, വഹുവൽ അസീസു ഫലൻ യുറാമ ജനാബുഹു അന്ന യുറാമു ജനാബു ദി സുൽത്താനി. വഹുവൽ അസീസു ഫലൻ യുറാമ ജനാബുഹു അന്ന യുറാമു ജനാബു ദി സുൽത്താനി. വഹുവൽ അസീസുൽ ഖാഹിറുൽ ഗല്ലാബു ലം يغلبه شيء هذه صفتان وهو العزيز بقوة هي وصفه فالعز حينئذ ثلاث معاني. هذا وهو العزيز أو عزيز فلن يرام جنابه أن يرام جناب ذي السلطان. الله رب العالمين അവൻ അസീസാണ്. അതുകൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. വഹുവൽ അസീസുൽ ഖാഹിറുൽ ഗല്ലാബു, അവനാണ് സകലതിനെയും അടക്കി ഭരിക്കുന്ന അൽ ഖാഹിർ, എല്ലാത്തിനെയും അതിജയിക്കുന്നവൻ. ലം യഗ്ലിബുഹു ഷൈഉൻ, ഒന്നും അവനെ പരാജയപ്പെടുത്തുകയില്ല. ഹാദിഹി സിഫത്താൻ, ഇപ്പോൾ രണ്ട് സിഫത്തുകളായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അതിജയിക്കുന്നവനാണ്, അതുപോലെ അവനെ ഒന്നും ചെയ്യാനും സാധ്യമല്ല. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, വഹുവൽ അസീസു ബിഖുവ്വത്തിൻ ഹിയ വസ്ഫുഹു, തൻ്റെ ഖുവ്വത്ത് കൊണ്ട് അസീസാണവൻ. ഫൽ ഇസ്സു ഹീനഇദിൻ സലാസു മആനി,
അങ്ങനെ ഇസ്സ് എന്നത്, ഇസ്സത്ത് എന്നത് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. 3 അർത്ഥമാണ് ഇതിന് ഉള്ളത്. നോക്കൂ, അള്ളാഹു അസീസാണ് എന്നൊരു മുഅ്മിൻ മനസ്സിലാക്കിയാൽ അവൻ അതുകൊണ്ടുണ്ടാകേണ്ട ഈമാനികമായ ചില കാര്യങ്ങളും അവൻ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന കാര്യം. കാരണം നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ ഏറ്റവും ഇസ്സത്തുള്ളവനാണ്. അവൻ ഏറ്റവും ശക്തിയുള്ളവനും ഒന്നും ആർക്കും ചെയ്യാൻ സാധിക്കാത്തവനും അവൻ ഉദ്ദേശിച്ചത് നടപ്പിലാക്കിയെടുക്കുന്നവനുമാണ്. എന്നാൽ പടപ്പുകളുടെ സ്ഥിതി അങ്ങനെയല്ല. അതുകൊണ്ട് അസീസായ റബ്ബിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. പടപ്പുകൾ അവർ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒന്നുമല്ലാത്തവരാണ്. അവർ തീരുമാനിച്ച തീരുമാനങ്ങൾ നടപ്പിലാകുമോ? അള്ളാഹു ഉദ്ദേശിച്ചതാണ് നടപ്പിലാവുക. അള്ളാഹു ഉദ്ദേശിച്ചതാണ് നടപ്പിലാവുക. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, എത്ര നടപ്പിലായി? എത്രയോ കാര്യങ്ങൾ നടപ്പിലാകാത്തതാണ്. ചിലപ്പോൾ നടപ്പിലാക്കിയതിനേക്കാൾ കൂടുതൽ നടപ്പിലാകാത്തതായിരിക്കും. അതുപോലെ നമ്മൾ ദുർബലരാണ്, ശക്തിയില്ലാത്തവരാണ്. നമ്മൾ പലപ്പോഴും പരാജിതരാണ്, ആളുകളുടെ മുന്നിൽ പരാജയപ്പെടുന്നവരാണ്. ചെറിയ വസ്തുക്കളുടെ മുന്നിൽ പോലും പരാജയപ്പെടുന്നവരാണ് പലപ്പോഴും മനുഷ്യൻ. അതുകൊണ്ട് അസീസായ റബ്ബിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. അവനല്ലാത്തവർ ആരാധിച്ചുകൂടാ എന്ന പാഠം ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ്. മറ്റൊരു പാഠമാണ് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത്. റബ്ബിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക. നമ്മൾ നേരത്തെ ഓതി ആയത്തിലുള്ളതുപോലെ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വൽ മുഅ്മിനീൻ, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹുവിനുള്ളതാണ് ഇസ്സത്ത്, അവൻ്റെ റസൂലിനുള്ളതാണ്, മുഅ്മിനുകൾക്കുള്ളതാണ്. ആ ആയത്തിലെ വളരെ പ്രധാനപ്പെട്ട പാഠമാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഏതേത് സിഫത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് പോലെ ഇസ്സത്ത് എന്നാൽ നമുക്ക് അർത്ഥം എന്താണെന്നറിയാം. ഒരാൾ അസീസാണ്, പ്രതാപമുള്ള ആളാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാം. പക്ഷെ അള്ളാഹുവിൻ്റെ ഇസ്സത്ത് അത് ഏറ്റവും പരിപൂർണമാണ്, ഏറ്റവും പരിപൂർണമാണ്. പടപ്പുകളുടേത് അങ്ങനെയല്ല, അത് അപൂർണമാണ്. അത് കുറവുകളുള്ള ഇസ്സത്താണ് പടപ്പുകൾക്കുള്ളത്. പടപ്പുകളിൽ അസീസായ ആളുകളുണ്ടോ? സംശയമില്ല, ഉണ്ട്. ഇസ്സത്തുള്ള ആളുകളുണ്ട്. പക്ഷേ അവരുടെ ഇസ്സത്ത് എന്നത് അപൂർവമാണ്, അപൂർണമാണ്, പൂർണ്ണമല്ല. അത് അവർക്ക് യോജിച്ച, പടപ്പുകൾക്ക് യോജിച്ച ഇസ്സത്താണ് അവർക്കുള്ളത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ അടിമ മുഅ്മിനീങ്ങളെ, അവൻ്റെ ഇബാദുകളെ സഹായിക്കും എന്ന നല്ല വിചാരം അള്ളാഹുവിനെ കുറിച്ചുണ്ടായിരിക്കണം. കാരണം അവൻ അസീസാണ്, അവൻ പ്രതാപമുള്ളവൻ, അവനാണ് ജയിച്ചടക്കുന്നവൻ, അവനാണ് ശക്തിയുള്ളവൻ, അവൻ തീരുമാനിച്ച് നടപ്പിലാക്കുന്നവനാണ്. അതുകൊണ്ട് എന്തെല്ലാം പരീക്ഷണങ്ങൾ മുഅ്മിനീങ്ങൾക്കുണ്ടായാലും, എവിടെയെല്ലാം മുസ്ലിമീങ്ങൾ പരാജയപ്പെടുത്തപ്പെടുന്നത് കണ്ടാലും ഒരിക്കലും ഒരു മുഅ്മിൻ അവൻ്റെ പ്രതീക്ഷ അറ്റുപോവുകയില്ല. കാരണം അവൻ അസീസായ റബ്ബിൽ വിശ്വസിക്കുന്നവനാണ്. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം ഒരു മുഅ്മിനിന് ഈ പേര്, ഈ സിഫത്ത് ഉൾക്കൊള്ളാൻ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ അസീസാണ് എന്നതിനോടൊപ്പം മനസ്സിലാക്കുക, അവൻ നൽകിയ ഇസ്സത്ത് അല്ലാതെ ഒരാൾക്കും ഇസ്സത്തില്ല. അവൻ പ്രതാപം നൽകിയാലല്ലാതെ ഒരാൾക്കും യാതൊരു പ്രതാപവും ഇല്ല. അവൻ ഒരാൾക്ക് നിന്ദ്യത നൽകാൻ ഉദ്ദേശിച്ചാൽ അവനെ പ്രതാപിയാക്കാൻ ആരുമില്ല. വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. അള്ളാഹു ആരെങ്കിലും അപമാനിച്ചാൽ അവനെ ബഹുമാനിക്കാൻ ആരുമില്ല. നോക്കൂ, അള്ളാഹു സൂറത്ത് ആല ഇമ്രാനിൽ ഖുൽ, പറയൂ നബിയെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആയത്ത് എന്താണ്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. ഖുൽ, പറയൂ നബി, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, സകല മുൽക്കിൻ്റെയും മാലിക്കായ അള്ളാഹുവെ, സകല അധികാരങ്ങളുടെയും അധികാരിയായ അള്ളാഹുവെ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ മുൽക്ക് നൽകുന്നു, അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരം ഊരിയെടുക്കുന്നു. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇസ്സത്ത്, പ്രതാപം നൽകുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദ്യരാക്കുന്നു. ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് ഖൈറുള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹുവാണ് രാജാക്കന്മാർക്ക് അവരുടെ അധികാരം നൽകിയത്, അത് ഊരിയെടുക്കുന്നവൻ റബ്ബാണ്. അവരല്ലാത്തവരിലേക്ക് അത് നീക്കുന്നത് അള്ളാഹുവാണ്. ഈ ആയത്തിൽ വന്ന വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഒരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പഠിപ്പിച്ചത് കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി മുആദ് ഇബ്നു ജബലിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഅല്ലിമുക്, ഓ മുആദ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ, ദുആഅൻ, ഒരു ദുആ, തദ്ഉ ബിഹ്, നീ ആ ദുആ പ്രാർത്ഥിച്ചാൽ, ലൗ കാന അലൈക മിസ്ലു ജബലി ഉഹുദിൻ ദൈനൻ, ഉഹുദ് പർവ്വതത്തോളം കടബാധ്യത നിനക്കുണ്ട് എങ്കിലും ലഅദ്ദഅഹു അല്ലാഹു അൻക, അള്ളാഹു നിനക്കത് വീട്ടിത്തരും. ഈ ദുആയിൽ വന്നിട്ടുള്ള ഭൂരിഭാഗം വാചകങ്ങളും ഈ ആയത്തിലുള്ളതാണ്, നമ്മൾ ഓതിയ ആയത്തിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, നീ പറയുക, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. റഹ്മാന الدنيا والآخرة ورحيمهما تعطيهما من تشاء وتمنع منهما من تشاء ارحمني رحمة تغنيني بها عن رحمة من سواك. നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം ഞാൻ പറയുന്നില്ല, ഒരു തവണ പറഞ്ഞാണല്ലോ. ആയത്തിലുള്ള ഭാഗങ്ങൾ അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ എന്നൊട്ട് ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ അതുവരെ പറഞ്ഞ് ബാക്കി ഇങ്ങനെയാണ്, റഹ്മാന ദുനിയ വൽ ആഖിറതി വറഹിമഹുമ, ദുനിയാവിലെയും ആഖിറത്തിലെയും റഹ്മാനും റഹീമുമായവനെ, തുഅ്തീഹിമാ മൻ തശാ, ഇഹലോകവും പരലോകവും ദുനിയാവും ആഖിറത്തും നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ കൊടുക്കും, വതംനഉ മിൻഹുമാ മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും തടഞ്ഞു വെക്കും, കൊടുക്കാതിരിക്കും. ഇർഹംനി റഹ്മത്തൻ, അല്ലാഹുവേ നീ എനിക്കൊരു കരുണ ചൊരിയണമേ. എങ്ങനെയുള്ള റഹ്മത്താണ്? തുഗ്നീനി ബിഹാ, അത് മുഖേന നീ എനിക്ക് ഗിനാ നൽകണം, നീ എനിക്ക് ഐശ്വര്യവും അതുപോലെ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ലാത്ത സ്ഥിതിയും നൽകണം. ഇർഹംനി റഹ്മത്തൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തി മൻ സിവാക്, നീ അല്ലാത്ത ആളുകൾ എന്നോട് കാരുണ്യം, അവരുടെ കാരുണ്യം എനിക്ക് ആവശ്യമില്ലാത്തവണ്ണം അള്ളാഹുവെ നീ എനിക്ക് കരുണ ചൊരിയണമേ. ആളുകൾക്കൊക്കെ എന്തൊരു സാധുവാണ്, എന്തൊരു കഷ്ടത്തിലാണ് എന്ന് തോന്നുന്ന അവസ്ഥ വരാത്തവണ്ണം അള്ളാഹുവെ നീ എനിക്ക് റഹ്മത്ത് ചൊരിയണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഹദ് പർവ്വതത്തോളം കടമുണ്ട് എങ്കിലും ഓ മുആദ് നീ ഇത് ചൊല്ലുക, അള്ളാഹു റബ്ബുൽ ആലമീൻ നിനക്ക് അത് വീട്ടു തരും. തബ്റാനി റഹിമഹുല്ലാ ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നു. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ ഈ ഹദീസ് ഹസനാണ്, സ്വീകാര്യോഗ്യമായ പരമ്പരയിലൂടെ വന്നതാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഇതുപോലെ മറ്റൊരു ദുആ തർഹീബ് എന്ന മുന്തിരിയുടെ കിതാബിൽ അദ്ദേഹം ഈ ദുആന്റെ കൂടെ തന്നെ ഉദ്ധരിച്ച, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ചെറിയ ദുആ ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ദുആ ആണ്. അലിയുടെ അരികിൽ ഒരു ആൾ വന്നൊരു മുഖാത്തബ് വന്നു. മുഖാത്തബ് എന്ന് പറഞ്ഞാൽ അടിമയാണ്, പക്ഷേ യജമാനുമായി കരാറായിട്ടുണ്ട്, ഇത്ര പണം കൊണ്ടുപോയി കൊടുത്താൽ സ്വതന്ത്രനാക്കാം. ഇങ്ങനെയുള്ളവർക്കാണ് മുഖാത്തബ് എന്ന് പറയുക. കിതാബത്ത് എന്ന് പറയും, ആ രൂപത്തിൽ അടിമകളെ മോചിപ്പിക്കുന്നതിന് കിതാബത്ത് എന്ന് പറയും. ഖുർആനിൽ സൂറത്തു നിസായിൽ അള്ളാഹു പറഞ്ഞതാണ്, എന്ത്, നിങ്ങളുടെ അടിമകളിൽ നിങ്ങൾക്ക് നല്ല ഖൈർ നിങ്ങൾ കാണുകയാണെങ്കിൽ ഫകാതിബൂഹും, നിങ്ങൾ അവരുമായി കിതാബത്ത് നടത്തുക. ഇൻ അലിംതും ഫീഹിം ഖൈറൻ, ഖൈർ നിങ്ങൾ അവരിൽ കാണുകയാണെങ്കിൽ കിതാബത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ മോചിതനായി, സ്വതന്ത്രനായി. അങ്ങനെ ഉടമയും അടിമയും തമ്മിലുള്ള കരാറിനാണ് കിതാബത്ത് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ബരീറ റളിയല്ലാഹു അൻഹ എന്ന സഹാബി വനിത ഇത് പറഞ്ഞിട്ടാണ് വന്നത്. ബരീറയുടെ ഹദീസ് ഇമാം ബുഖാരിയുടെ സഹീഹിൽ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ട ഹദീസുകളിൽ ഒന്നാണ്. ബരീറ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്. അവരടിമ സ്ത്രീയായിരുന്നു. അവരുടെ ഉടമസ്ഥർ ബരീറയെ കിതാബത്ത് നടത്തി, പണം കൊണ്ടുവന്നാൽ ഇത്ര കൊണ്ടുവന്നാൽ നീ സ്വതന്ത്രയാണ് എന്ന് പറഞ്ഞു. അവർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്ന് പറഞ്ഞു, ഇങ്ങനെ കരാറുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷെ നിൻ്റെ വലാ എനിക്കാണ്. വലാ എന്ന് പറഞ്ഞാൽ അടിമകൾ അവർ ആരാണോ അവരെ മോചിപ്പിച്ചത്
എന്നിട്ട് ഈ അടിമകൾ പിന്നീട് മരണപ്പെട്ടാൽ അവർക്ക് വേറെ ബന്ധുക്കളില്ല എങ്കിൽ, അനന്തരാവകാശികളായ ബന്ധുക്കളില്ല എങ്കിൽ, ഈ മോചനത്തിന് സഹായിച്ച ആൾക്കാണ് അനന്തര സ്വത്ത് പോവുക. അതിന് വലാ എന്ന് പറയും. അതിന് വലാ എന്ന് പറയും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ വലാ എനിക്കാണ്. പക്ഷെ അവരുടെ ഉടമകൾ പറഞ്ഞു, അവർ വേണമെങ്കിൽ സഹായിച്ചോട്ടെ, പക്ഷെ വലാ ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, മബാലു അഖ്വാമിൻ, എന്താണ് ചില ആളുകളുടെ കാര്യം, യഷ്തരിതൂന ശുറൂതൻ ലൈസ ഫി കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിലില്ലാത്ത ഷർത്തുകൾ അവർ വെക്കുന്നു. അള്ളാഹുവിൻ്റെ കിതാബില്ലാത്തവർ അള്ളാഹുവിൻ്റെ ദീനില്ലാത്ത പാടില്ലാത്ത ഷർത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ ദീനിൽ പാടില്ലാത്ത ഷർത്തുകൾ. കുല്ലു ഷർത്തിൻ ലൈസ ഫി കിതാബില്ലാഹ് ഫഹുവ ബാത്തിൽ, അള്ളാഹുവിൻ്റെ ദീനിൽ അനുവദിക്കപ്പെടാത്ത എല്ലാ നിബന്ധനയും ബാത്തിലാണ്. വലൗ ഇഷ്തറതു മിഅത ഷർത്തിൻ, 100 ഷർത്ത് വെച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അവിടുത്തെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അനുകൂലമായ കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് നബി പറയാൻ മടിച്ചില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നില്ല, അള്ളാഹുവിൻ്റെ ദീനാണ്, അത് എത്തിച്ചു കൊടുക്കുക ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. ബരീറയുടെ ഒരുപാട് സംഗതികൾ നമുക്ക് ഹദീസുകളിൽ കാണാം. ബരീറക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, മുഗീസ് എന്നായിരുന്നു ബരീറയുടെ ഭർത്താവിൻ്റെ പേര്. അദ്ദേഹം ഒരു അടിമയായിരുന്നു റളിയല്ലാഹു അൻഹു. പക്ഷേ അടിമകൾ വിവാഹിതരാണ് എങ്കിൽ ഒരു നിയമമുണ്ട്, അവരിൽ ആരെങ്കിലും മോചിതരായാൽ, സ്വതന്ത്രരായാൽ, ഇപ്പോൾ ഭാര്യയാണ് സ്വതന്ത്രരായത് എങ്കിൽ മോചിപ്പിക്കപ്പെട്ടാൽ ഭർത്താവ് അടിമയും ഭാര്യ സ്വതന്ത്രയുമായി. അങ്ങനെയുള്ള അവസ്ഥ വന്നാൽ ഭാര്യയ്ക്ക് എന്തു ചെയ്യാം, ഈ ബന്ധം തുടരണോ വേണ്ടെന്ന് തീരുമാനിക്കാം. അവരുടെ കയ്യിലാണ് കാര്യം. അവർക്ക് വേണമെങ്കിൽ വേണ്ടെന്ന് പറയാം. ബരീറ മോചിതയായി, മുഗീസ് അടിമയാണ്. ബരീറ പറഞ്ഞു, ഭർത്താവ് എനിക്ക് വേണ്ടില്ല എന്ന് പറഞ്ഞു. മുഗീസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, നബിയെ ഒന്ന് ബരീറയോട് പറയണം, എന്ത്, എന്നെ സ്വീകരിക്കാൻ, എന്നെ ഒഴിവാക്കരുതെന്ന് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബരീറയോട് പറഞ്ഞു, സ്വീകരിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ബരീറ റളിയല്ലാഹു അൻഹ നബിയോട് പറഞ്ഞു, നബിയെ ഇത് കൽപ്പനയാണോ അതല്ല ഒരു ശുപാർശയാണോ? കൽപ്പനയാണെങ്കിൽ സ്വീകരിക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അഷ്ഫ, അല്ല ഞാൻ ശുപാർശ പറയുന്നത്, കൽപ്പനയല്ല, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ പറഞ്ഞു എന്നാ വേണ്ട. മുഗീസ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ബരീറയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസിനോട് പറയുകയുണ്ടായി, അബ്ബാസ് നിനക്ക് അത്ഭുതം തോന്നുന്നില്ലേ, ബരീറക്ക് മുഗീസിനോടുള്ള വെറുപ്പും ഇഷ്ടമില്ലായ്മയും മുഗീസിന് ബരീറയോടുള്ള ഇഷ്ടവും കണ്ടിട്ട് അജബ് തോന്നുന്നില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസിനോട് ചോദിക്കേണ്ട. ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് ഈ ഹദീസ് കാണാം. എന്ന് പറഞ്ഞാൽ പൊതുവെ ഇങ്ങോട്ട് സ്നേഹമുള്ളവരോട് അങ്ങോട്ട് സ്നേഹം തോന്നുക എന്നതാണ് പൊതുവെ നടക്കുക. പക്ഷേ ഇത് അജബാണ്. ബരീറ റളിയല്ലാഹു അൻഹയുടെ സംഭവങ്ങളിൽ ഒന്നാണിത്. ഞാൻ പറഞ്ഞത് കിതാബത്തിന് ഉദാഹരണമായി വന്നിട്ടുള്ളതാണ് ഈ ഹദീസ്. ഈ ഹദീസാകട്ടെ ബുഖാരിയിൽ ഒരുപാട് തവണ, 40ഓളം തവണ അല്ലെങ്കിൽ അതിലധികം തവണ ആവർത്തിക്കപ്പെട്ട ഹദീസാണ്. ബരീറ റളിയല്ലാഹു അൻഹു നേരത്തെ ഞാൻ പറഞ്ഞ മോചിപ്പിക്കപ്പെട്ട സംഭവം, മുഗീസുമായിട്ടുള്ള ഈ കാര്യം, അതും ഇമാം ബുഖാരി തൻ്റെ സഹീഹിൽ ഉദ്ധരിച്ചത് കാണാം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഷഫാഅത്ത് പറഞ്ഞു. അപ്പോൾ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്, ഈ ഒരു സ്നേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, ഷഫാഅത്ത് വരെ പറഞ്ഞു കൊടുത്തു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത്, ഒരു ശുപാർശ വരെ പറഞ്ഞ് അവരെ ഒന്ന് യോജിപ്പിക്കാം. മുഗീസിൻ്റെ സ്നേഹത്തെ പരിഗണിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവർ സ്വീകരിച്ചില്ല. അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഖൽബ്, ഹൃദയം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അപ്പോൾ നോക്കൂ, ഇതുപോലെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ മുഖാത്തബാണ്, എന്നെ സഹായിക്കണം, കടം വീട്ടാൻ എന്നെ സഹായിക്കണം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു ദുആ പഠിപ്പിച്ചു തരാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചതാണ്.
സബീർ മലയോളം നിനക്ക് കടമുണ്ട് എങ്കിലും ഈ ദുആ ചൊല്ലിയാൽ അദ്ദല്ലാഹു അൻക, അള്ളാഹു നിനക്ക് വീട്ടി തരും. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. മറ്റൊരു ദുആ ആണ്, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക, അല്ലാഹുവേ നീ എനിക്ക് ഹലാൽ കൊണ്ട്, നീ ഹലാലാക്കിയത് കൊണ്ട് മതിയാക്കി തരണം, അൻ ഹറാമിക്, നീ ഹറാമാക്കിയതിലേക്ക് പോകാതെ, വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്, നേരത്തെ പറഞ്ഞ ദുആയിലുള്ള അതേ ആശയമാണ്. വാഗ്നിനി ബിഫദ്ലിക്, അല്ലാഹുവേ നിന്റെ ഔദാര്യം കൊണ്ട് നീ എനിക്ക് ധന്യത നൽകണമേ, അമ്മൻ സിവാക്, നീ അല്ലാത്തവരിലേക്ക് പോകാത്ത നിലയിൽ. കാരണം ജനങ്ങളോട് ചോദിക്കേണ്ടി വരിക എന്നത് പ്രയാസകരമായ അവസ്ഥയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം മദാരിജുസ് സാലിക്കീനിൽ പറയുകയുണ്ടായി, ജനങ്ങൾക്ക് അവരുടെ സമ്പത്ത് ചോദിക്കുന്നവരോടുള്ള പോലെ വെറുപ്പ് വേറൊരാളോട് ഉണ്ടാവില്ല, ജനങ്ങൾക്ക് അവരുടെ സമ്പത്ത് ചോദിക്കാത്തവരോടുള്ള സ്നേഹം പോലെ വേറൊരാളോട് സ്നേഹം ഉണ്ടാവില്ല. ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ഒരു പൈസക്ക് നേരെ കണ്ണും കയ്യും നീട്ടാത്തവരോടാണ്. അവരുടെ സമ്പത്തിന് കയ്യിലുള്ളതിൻ്റെ നേരെ കണ്ണും കൽബും കയ്യും നീട്ടി വരുന്നത് കണ്ടാൽ ആളുകൾക്ക് ഒരിക്കലും പിടിക്കുകയില്ല. അത് ചോദിക്കുന്നവരോട് ആളുകൾക്ക് ഇഷ്ടമല്ല. അത് നിൻ്റെ റബ്ബ് ഈ ജനങ്ങളുടെ അവസ്ഥയുടെ നേരെ വിഭിന്നമാണ് നിൻ്റെ റബ്ബിൻ്റെ കാര്യം. അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. അല്ലാഹു യഗ്ദബു ഇൻ തറക്ത സുആലഹു വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ദബു. ഇബ്നുൽ ഖയ്യിം മദാരിജിൽ അതിൻ്റെ ആ ഭാഗത്ത് തന്നെ ഈ കവിത ഉദ്ധരിച്ചത് കാണാം. വളരെ പ്രസിദ്ധമായ കവിതയാണ്. അല്ലാഹു യഗ്ദബു ഇൻ തറക്ത സുആലഹു, അല്ലാഹു നീ ചോദിക്കാതിരുന്നാൽ കോപിക്കുന്നവനാണ്. വബുനയ്യു ആദം, എന്നാൽ ആദമിൻ്റെ കുഞ്ഞുമകൻ അഥവാ മനുഷ്യൻ, ഹീന യുസ്അലു യഗ്ദബു, ചോദിച്ചാലാണ് അവന് നിന്നോട് ദേഷ്യം തോന്നുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യസ്അലില്ലാഹ യഗ്ദബ് അലൈഹി, അള്ളാഹുവിനോട് ആരെങ്കിലും ചോദിക്കാതിരുന്നാൽ അള്ളാഹുവിനോട് കോപിക്കും. എന്നാൽ ജനങ്ങളോട് ചോദിക്കുക എന്നത് മദ്മൂമായ മോശമായ കാര്യമാണ്. വളരെ പ്രയാസകരമായ പ്രതിസന്ധിയിൽ ഒരാളകപ്പെട്ടാൽ ഒഴികെ, വേറെ വഴിയില്ല എന്ന് കണ്ടാൽ ഒഴികെ അള്ളാഹു പടപ്പുകളോട് ചോദിക്കുക എന്നത് മദ്മൂമായ മോശമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ജനങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, ഹത്താ യഅതിയ യൗമൽ ഖിയാമത്തി വലൈസ ഫീ വജ്ഹിഹി മുസ്അതു ലഹ്മിൻ, എത്രത്തോളം അവൻ പരലോകത്ത് വരുമ്പോൾ അവൻ്റെ മുഖത്ത് ഒരു കഷ്ണം മാംസം പോലും ഉണ്ടാവുകയില്ല. മുഖത്ത് മാംസമില്ലാത്ത വിരൂപമായ അവസ്ഥയിൽ ജനങ്ങളോട് യാചിച്ച് നടക്കുന്നവൻ പരലോകത്ത് വരും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് ബൈഅത്ത് ചെയ്ത ചില സഹാബിമാരോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ തുബായിഊന റസൂലല്ലാഹ്, നബിയോട് അവർ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ അനുസരണ പ്രതി നടത്തിയിട്ടുണ്ട്. പക്ഷെ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്യുന്നില്ലേ? ഇപ്പോൾ സഹാബത്ത് അവർ പറഞ്ഞു, നബി ഞങ്ങൾ ബൈഅത്ത് ചെയ്തല്ലോ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു. അപ്പോൾ അവർ വന്ന് കൈ നീട്ടിയിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങൾ ബൈഅത്ത് ചെയ്തല്ലോ, എന്താണ് ബൈഅത്ത് ചെയ്തേണ്ടത്, ഇനി ബൈഅത്ത് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം താഴ്ത്തിയിട്ട് അവരോട് പറഞ്ഞു, വലാ തസ്അലുന്നാസ ശൈഅ, ജനങ്ങളോടൊന്നും ചോദിക്കരുത്. സഹാബത്തിൽ ചില പറഞ്ഞത് കാണാം, ഈ നബി ഇങ്ങനെ വാക്ക് വാങ്ങിയ ആളുകളിൽ ചിലർ ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ അവരുടെ കയർ താഴെ വീണാൽ അത് അവർ താഴെ ഇറങ്ങി എടുത്തിട്ട് അവർ തന്നെ കയറുമായിരുന്നു, ഒരാളോട് അത് എടുത്തു തരാൻ പറയുമായിരുന്നില്ല. അല്ലാഹു അക്ബർ. അഥവാ പടപ്പുകളിലേക്ക് തൻ്റെ മുഖം അത് താഴ്മയോടെ അവരിലേക്ക് ചെല്ലുന്ന എല്ലാ രൂപവും അവർ ഒഴിവാക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അത് പൂർണ്ണതയാണ് ഈ പറയുന്നത്, വാജിബല്ല, നിർബന്ധമായ കാര്യമല്ല. അഥവാ ഇങ്ങനെ യാതൊന്നും ചോദിക്കുക, നിസ്സാരമായ കാര്യങ്ങൾ പോലും ചോദിക്കാതിരിക്കുക എന്നത് വാജിബായ കാര്യമല്ല, പക്ഷെ അത് പൂർണ്ണതയാണ്. ഈ പറഞ്ഞത് ഏതർത്ഥത്തിലുള്ള ചോദ്യമാണ്? നമ്മൾ ഒരാളോട് അപേക്ഷയുടെ അർത്ഥത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അതേസമയം ആജ്ഞയുടെ അർത്ഥത്തിൽ ചോദിക്കുന്ന ചോദ്യം ഉണ്ടാവും. ഏതുപോലെ? ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു ഉമ്മ മക്കളോട് പറയുന്നത് പോലെ, മുതിർന്ന ആളുകൾ താഴെയുള്ള ആളുകളോട് പറയുന്നത് പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പലതും സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, എടുക്കാനും വെക്കാനും. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ആളുകൾ പലതും ചെയ്തു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ നിന്ന സന്ദർഭത്തിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് അങ്ങോട്ട് പുറംതിരിഞ്ഞ് അങ്ങോട്ട് നോക്കി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, എതിർവശത്തേക്ക് നോക്കി നിൽക്കാൻ. അവിടെ നിന്നാൽ എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കാവലായി, മറയായി. അതുപോലെ ആളുകൾ വരുമ്പോൾ അങ്ങോട്ട് വരാതിരിക്കാൻ അതുകൊണ്ട് സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതും പറഞ്ഞിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല ഈ പറയുന്നത്, മറിച്ച് ഒരാളോട് അയാളുടെ മുന്നിൽ താഴുന്ന
സ്ഥിതി ഉണ്ടാകുന്ന ഏത് ചോദ്യവും ഉപേക്ഷിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ഒരാൾ തീരുമാനിച്ചാൽ അള്ളാഹു അങ്ങനെ ജീവിക്കാൻ അയാൾക്ക് തൗഫീഖ് ചെയ്യും എന്നാണ്. അള്ളാഹ് ആരെങ്കിലും ജനങ്ങളോട് ചോദിക്കാതെ ജീവിക്കാൻ തീരുമാനിച്ചാൽ ചോദിക്കേണ്ടാത്ത അവസ്ഥ അള്ളാഹു അവന് നൽകും എന്നാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രയാസം ഇറക്കി വെക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അത് നിവർത്തിച്ചു കൊടുക്കും. ആളുകളുടെ മുന്നിൽ ഇറക്കി വെച്ചാൽ ആ പ്രയാസം നീങ്ങുകയില്ല. ഇത് തൗഹീദിൻ്റെ പൂർണ്ണതയാണ്, തൗഹീദിൻ്റെ തഹ്ഖീഖാണ്, തൗഹീദിൻ്റെ മുസ്തഹബായ തഹ്ഖീഖ് അഥവാ തൗഹീദിൻ്റെ പുണ്യകരമായ പൂർത്തീകരണമുണ്ട്. അവിടെ എത്തിച്ചേരുക ഉന്നതരായ ആളുകളാണ്, ഈ പറഞ്ഞ സഹാബത്തിനെ പോലെ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അപ്പോൾ നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റേതാണ് എല്ലാ ഇസ്സത്തും. ഇനി ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ അടുത്തതായി ഇതേ സിഫത്ത് തെളിയിക്കാൻ ഉദ്ധരിച്ച ആയത്ത് സൂറത്ത് സാദിലെ ആയത്താണ്. ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ. ഫബിഇസ്സതിക, റബ്ബേ നിന്റെ ഇസ്സത്ത് തന്നെ സത്യം, ലഉഗ്വിയന്നഹും അജ്മഈൻ, ഞാൻ അവരെ മുഴുവൻ വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. ഇത് ആര് പറഞ്ഞതാണ്? ഇബ്ലീസ് പറഞ്ഞതായി അള്ളാഹുവിനെ അറിയിച്ച കാര്യമാണ്. എന്ത്? അള്ളാഹുവെ നിന്റെ ഇസ്സത്ത് തന്നെ സത്യം, ഞാൻ അവരെ മുഴുവൻ വഴിതെറ്റിക്കും എന്ന്. അപ്പം നോക്കൂ, അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ച് ഇബ്ലീസിന് അറിവുണ്ട് എന്നതിന് വ്യക്തമായ തെളിവാണ് ഈ ആയത്ത്. അവൻ അള്ളാഹുവിനെ അറിയാഞ്ഞിട്ടല്ല, അവൻ്റെ കുഫർ അത് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതല്ല, മറിച്ച് അവൻ്റെ കുഫർ അത് ഇബാഇൻ്റെയും ഇസ്തിക്ബാറിൻ്റെയും കുഫറാണ്, അഥവാ അഹങ്കാരത്തിൻ്റെ വിസമ്മതത്തിൻ്റെ കുഫറാണ് ഇബ്ലീസിൻ്റെ കുഫർ. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് അറിഞ്ഞതുകൊണ്ട് ഒരാൾ വിശ്വസിക്കണമെന്നില്ല, അറിയാഞ്ഞിട്ടാകണമെന്നില്ല എല്ലാ കുഫറും, മറിച്ച് അറിഞ്ഞുകൊണ്ട് നിഷേധിക്കും ആളുകൾ. ഇബ്ലീസ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവൻ അള്ളാഹുവിനെ അറിയാം, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അറിയാം, മാത്രമല്ല അള്ളാഹുവിൻ്റെ സിഫത്തിൻ്റെ പേരിൽ സത്യം ചെയ്യാമെന്ന് അവൻ അറിയാം. അത് ആ സത്യം ചെയ്തിട്ടാണ് പറയുന്നത്, ഫബിഇസ്സതി, അള്ളാഹുവെ നിന്റെ പ്രതാപം തന്നെ സത്യം, ലഉഗ്വിയന്നഹും അജ്മഈൻ, ഞാൻ അവരെ മുഴുവൻ വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ചില ആളുകളുണ്ട്, വഴികേടാണെന്ന് അറിഞ്ഞിട്ടും അത് തിരഞ്ഞെടുക്കുന്ന, അതിൽ മുറുകെ പിടിക്കുന്ന ആളുകൾ. ചില ആളുകൾ ചോദിക്കാറില്ലേ, എന്താണ് ഇവർക്കൊക്കെ അറിയാഞ്ഞിട്ടാണോ, അറിഞ്ഞുകൊണ്ട് എന്താ ഇങ്ങനെ? നീ ഇബ്ലീസിനെ പറ്റി ആലോചിച്ച് നോക്ക്, അവൻ അറിയാഞ്ഞിട്ടല്ലല്ലോ, അറിഞ്ഞിട്ടാണ്, അള്ളാഹുവിനോട് സംസാരിച്ചവനാണ്, നേരത്തെ ഉന്നത പദവിയിലുണ്ടായിരുന്നവനാണ്, എന്താണ് ഹക്കിൻ്റെ വഴി എന്നറിയുന്നവനാണ്, എന്നിട്ടത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ആളുകൾ. അവന് ഇബ്ലീസിലാണ് അവർ മാതൃക കണ്ടെത്തിയിരിക്കുന്നത്, നഊദു ബില്ലാഹ്. അപ്പോൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇസ്സത്തുള്ളവനാണ്,